ഏറ്റവും വലിയ രണ്ട് ശതകോടീശ്വരന്മാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായ ഗൗതം അദാനിയും മുകേഷ് അംബാനിയും അടുത്ത കാലത്തായി അമേരിക്കയിൽ നടത്തുന്ന വൻ സാമ്പത്തിക നീക്കങ്ങൾ നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടതാണ്. അദാനി ഗ്രൂപ്പ് ഏകദേശം $10 ബില്യൺ, അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 96,000 കോടി രൂപ അമേരിക്കയിൽ പിഴയൊടുക്കി നിക്ഷേപം നടത്തിയ വാർത്തകൾ പുറത്തു വന്നിട്ട് അധികം നാളായില്ല. ഇറാനിൽ നിന്നുള്ള LPG, LNG എന്നിവ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉപരോധം മറികടന്നതിനാണ് അദാനിക്ക് ഈ വലിയ തുക പിഴയായി നൽകേണ്ടി വന്നത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയെയും അന്താരാഷ്ട്ര വിപണിയെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് റിലയൻസ് ഗ്രൂപ്പിന്റെ തലവൻ മുകേഷ് അംബാനി അമേരിക്കയിലെ ടെക്സാസിൽ $300 ബില്യൺ, അതായത് ഏകദേശം 25 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്ന വമ്പൻ വാർത്ത വരുന്നത്. ഇത് കേവലം ബിസിനസ് വിപുലീകരണ ഭാഗമായുള്ള ഒരു സാധാരണ നിക്ഷേപമല്ല, മറിച്ച് അമേരിക്ക നൽകിയ കടുത്ത ഒരു ശിക്ഷയുടെയോ നയതന്ത്ര സമ്മർദ്ദത്തിന്റെയോ ഭാഗമാണെന്നാണ് അണിയറയിലെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത്. നമുക്കറിയാം, റഷ്യ-ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ആഗോളതലത്തിൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങാൻ പാടില്ലെന്നതായിരുന്നു അമേരിക്കയുടെ കർശനമായ നിർദ്ദേശം. എന്നാൽ ഈ ആഗോള ഉപരോധങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പും റഷ്യയിൽ നിന്ന് വൻതോതിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി കൂട്ടുകയായിരുന്നു. റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ഈ ക്രൂഡ് ഓയിൽ റിലയൻസിന്റെ അത്യാധുനിക റിഫൈനറികളിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും അത് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡുള്ള സമയത്ത് വലിയ വിലയ്ക്ക് വിറ്റ് അവർ വൻ ലാഭം കൊയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ ഇതിന്റെ ഗുണം വലിയ രീതിയിൽ കിട്ടിയില്ലെങ്കിലും കോർപ്പറേറ്റുകൾ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. എന്നാൽ അമേരിക്ക ഇത് വെറുതെ കണ്ടു നിൽക്കുകയല്ലായിരുന്നു. തങ്ങൾ വിലക്കിയിട്ടും റഷ്യയെ സാമ്പത്തികമായി സഹായിച്ച ഇന്ത്യക്കെതിരെ അവർ അണിയറയിൽ ശക്തമായ പ്രതികാര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അമേരിക്കയുടെ വാക്ക് കേൾക്കാതെ മുന്നോട്ടു പോയ ഇന്ത്യക്ക് അവർ നൽകിയ ആദ്യത്തെ മുന്നറിയിപ്പ് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% മുതൽ 75% വരെ ഉയർന്ന തുക അമേരിക്കൻ താരിഫുകളായി അവർ ചുമത്തി. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇതിന്റെ ആഘാതം നിലവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തമായി പ്രകടവുമാണ്. ഇന്ത്യൻ ഡിപ്ലോമസിയും ഭരണകൂടവും വിചാരിച്ചത് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ച് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാമെന്നാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം വിട്ടുവീഴ്ചയ്ക്ക് ഒട്ടും തയ്യാറായില്ല. അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഉയർന്നു വന്ന കൃത്യമായ ഉത്തരം ഇങ്ങനെയാണ്: റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് റിലയൻസ് ഗ്രൂപ്പിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വെറുതെ വിട്ടിട്ടില്ല. റിലയൻസ് കമ്പനിക്കെതിരെ ശക്തമായ ആഗോള ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് അമേരിക്ക ഉയർത്തിയത്. ഒരു അന്താരാഷ്ട്ര കമ്പനിയായ റിലയൻസിന് അമേരിക്കൻ ഉപരോധം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് റിലയൻസ് അമേരിക്കയുടെ നിബന്ധനകൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്നത്. അമേരിക്കൻ ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പകരമായിട്ടാണ് ടെക്സാസിൽ $300 ബില്യൺ നിക്ഷേപിക്കാമെന്നും അവിടെയുള്ള 1.5 ലക്ഷത്തോളം അമേരിക്കൻ പൗരന്മാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നൽകിക്കൊള്ളാമെന്നും റിലയൻസ് സമ്മതിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിക്ഷേപം നടക്കുന്ന ടെക്സാസ് സംസ്ഥാനം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കോട്ടയാണ്. അവിടെ പോയി ഒരു പുതിയ റിഫൈനറി സ്ഥാപിക്കുന്നത് കൊണ്ട് റിലയൻസിന് വലിയ ബിസിനസ് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലാഭമുണ്ടാക്കാൻ മാത്രമാണെങ്കിൽ അവിടെയുള്ള മറ്റ് വൻകിട കമ്പനികൾക്ക് അത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല. ഇത് പൂർണ്ണമായും ഒരു ശിക്ഷാ നടപടി തന്നെയാണ്. ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യ അമേരിക്കയിൽ ആകെ $500 ബില്യൺ നിക്ഷേപിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. റിലയൻസിന് ഒറ്റയടിക്ക് 25 ലക്ഷം കോടി രൂപയൊന്നും എടുത്തു നൽകാനുള്ള ലിക്വിഡിറ്റി ഇല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ ഇവരെ സഹായിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. റിലയൻസിന്റെ തലയിൽ ഈ വലിയ ബാധ്യത വെച്ചുകൊടുത്തത്
കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. ഇത്രയും വലിയൊരു തുക, അതായത് 25 ലക്ഷം കോടി രൂപയോളം ഇന്ത്യയിലെ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒഴുകുമ്പോൾ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യം കഠിനാധ്വാനം ചെയ്തും പ്രവാസികളുടെ റെമിറ്റൻസ് വഴിയും IT മേഖല വഴിയും ഉണ്ടാക്കിയെടുത്ത വിദേശ നാണ്യ ശേഖരമാണ് ഇങ്ങനെ ചോർന്നു പോകുന്നത്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്ത് ചില കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക, സ്വർണം, പാം ഓയിൽ, സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ തുടങ്ങിയവയുടെ ഇറക്കുമതി കർശനമായി നിയന്ത്രിക്കുക, ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പണം ചെലവഴിച്ചുള്ള യാത്രകൾ നടത്തുന്നത് കുറയ്ക്കുക തുടങ്ങിയ ആഹ്വാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. കാരണം അദാനിയും അംബാനിയുമാണ് ഇന്ത്യൻ GDP വളർച്ചയുടെയും വിപണിയുടെയും പ്രധാന ചാലക ശക്തികൾ. ഇവർക്കെതിരെ അമേരിക്കൻ ഉപരോധം വന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് പൂർണ്ണമായും തകരും. ആഗോള എണ്ണ വിപണിയുടെ 90% നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഒരു ഇന്ത്യൻ കമ്പനിക്കും അന്താരാഷ്ട്ര തലത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. ചുരുക്കത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ വിദേശ നയവും നയതന്ത്രവും വലിയൊരു പരാജയമാണെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിലൂടെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായി. ഇത് പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് വരുത്താനും ചൈനയുമായി ചർച്ചകൾ നടത്താനും പ്രധാനമന്ത്രി ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ട്രംപ് ഭരണകൂടം ഇന്ത്യയോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അമേരിക്കൻ മാധ്യമങ്ങൾ പുറമേക്ക് ഇന്ത്യയെ കടുത്ത ചർച്ചകൾ നടത്തുന്ന രാജ്യം എന്ന് പുകഴ്ത്തുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്തെന്നാൽ ഇന്ത്യയുടെ 2 വൻകിട വ്യവസായികളും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കയുടെ മസിൽ പവറിന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുന്നു എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ റിസർവ് പണം അമേരിക്കയിലേക്ക് ഒഴുകുമ്പോൾ ഈ നയതന്ത്ര യുദ്ധത്തിൽ ആത്യന്തികമായി വിജയിച്ചത് അമേരിക്കൻ തന്ത്രങ്ങൾ മാത്രമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങൾക്കപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന എന്ന് അമേരിക്ക ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി താൽക്കാലിക ലാഭമുണ്ടാക്കാൻ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ശ്രമിച്ചെങ്കിലും ആഗോള വിപണിയിലെ തങ്ങളുടെ അപ്രമാദിത്വം ഉപയോഗിച്ച് അമേരിക്ക അതിന് പലിശ സഹിതം തിരിച്ചടി നൽകി. ഇന്ത്യൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പുറമേക്ക് എന്ത് തന്നെ പറഞ്ഞാലും യാഥാർത്ഥ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്ത്യ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്നുള്ള വലിയൊരു തുകയാണ് നിക്ഷേപത്തിന്റെ മറവിൽ അമേരിക്കയിലേക്ക് ഒഴുകുന്നത്. ഇന്ത്യയുടെ 2 വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും ഭരണകൂടവും അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്നതാണ് ഈ $300 ബില്യൺ ടെക്സാസ് നിക്ഷേപം വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് നമ്മളിനി കണ്ടറിയേണ്ടത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.